വിഷു എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വിഷുക്കൈനീട്ടമാണ്. ഈ വിഷുക്കൈനീട്ടം കിട്ടാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് നിന്ന ടൈം ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളുടെ വിഷു പ്രജുവിൻ്റെ വീട്ടിലാണ്. പ്രജുവിൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. അവർ അച്ഛൻ്റെ 4 ബ്രദേഴ്സ് ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്താണ് വീടുകൾ. അപ്പോൾ എന്തെങ്കിലും ഓണം, വിഷു അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ തറവാട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാറ്. അപ്പം ഞങ്ങൾ ഇത്തവണയും ഞങ്ങളുടേതായ രീതിയിലൊരു കൊച്ചു വിഷു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും കൂടെ ഒരു വീട്ടിലൊത്തുകൂടി അവിടെ നിന്നായിരുന്നു വിഷു ഒക്കെ. അപ്പോഴേ 13th ഈവനിങ് തന്നെ ഞങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വിഷു ആയാലും ഓണായാലും ഞങ്ങൾക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല കേട്ടോ. അപ്പം ഇത്തവണ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ബാബുവാപ്പനും ടീമും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് കുറേ കമ്പിത്തിരിയും പടക്കങ്ങളും ഒക്കെ കുറേ അധികം കത്തിച്ചു തീർന്നു കേട്ടോ. അപ്പം നാളത്തേക്ക് ഇതിലും കുറേ അധികം മേടിക്കാനുള്ള ഒരു ഫണ്ട് കളക്ഷൻ്റെ ഡിസ്കഷനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഒരു 12 മണി ആയപ്പോഴേക്കും സക്സസ്ഫുള്ളി നമ്മൾ ബീഫ് റോസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ് റോസ്റ്റ്. പിന്നെ കണി വെക്കാനുള്ള കണ്ണിമാങ്ങയ്ക്ക് വേണ്ടി വേറെ എവിടെ അന്വേഷിച്ച് പോകണ്ട കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഇഷ്ടംപോലെ കണ്ണിമാങ്ങയുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ലല്ലോ. ഞാനും വിഷുക്കണിക്കുള്ള എല്ലാ സെറ്റപ്പും അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് വിഷുക്കണി കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പെട്ടെന്ന് ആമിമോൾക്കൊരു ഇയർ ഇൻഫെക്ഷൻ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. എന്നാലും ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു വിഷുക്കണിയാണ് ഇത് കേട്ടോ. വെയിറ്റ് ഇതാണ് നമ്മുടെ കയ്യാമ്പ്ര ബ്രദേഴ്സ്, ഞാൻ പറഞ്ഞ 5 ബ്രദേഴ്സ്. എന്നാലേ നമുക്ക് തറവാട്ടിലേക്ക് പോയാലോ വിഷു സദ്യ ഉണ്ണാൻ? വരുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വല്യമ്മ. ഒരു സ്വീറ്റ് വല്യമ്മയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരാളാണ് കേട്ടോ. എന്നാലേ നമുക്ക് സദ്യ കഴിച്ചാലോ? പിന്നെ വിഷുവിനിടാൻ ഞാനൊരു ബ്ലാക്ക് സാരിയൊക്കെ സെറ്റാക്കി വെച്ചതാണ്. ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് ഈ വേഷത്തിൽ വരേണ്ടി വന്നു. ഇതാണ് നമ്മുടെ തൃശ്ശൂർ ബെസ്റ്റ് ബഡീസാണ് കേട്ടോ. രണ്ട് മാസം മതി കേട്ടോ. ഹാപ്പി വിഷു.
ഹാപ്പി വിഷു